ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. എനിക്കിന്നൊരു 8ൻ്റെ പണി കിട്ടിയിട്ടിരിക്കുക കേട്ടോ. എന്നെ ഇന്ന് ഒരു കുളവി കുത്തി. പക്ഷേ കുത്തിയത് എവിടെയാണെന്ന് എൻ്റെ കണ്ണേ തന്നെ കേട്ടോ കുത്തിയത്. രാവിലെ തുണി വിരിക്കാൻ വേണ്ടിയിട്ട് അയലേക്ക് വന്ന് തുണി വിരിച്ചത് എവിടുന്നൊക്കെയോ 5-8 കുളവി ഓടി വന്നിട്ട് പറന്നു വന്നിട്ട് എൻ്റെ കണ്ണിലേക്ക് ചെറുപറാ കുത്തിയിട്ട് ഓടി. എൻ്റെ പൊന്നേ, എനിക്ക് ജീവൻ പോയ പോലെ ആയിപ്പോയി. ഓ, എന്തൊരു വേദനയായിരുന്നു. തല കറങ്ങി താഴെ വീഴാൻ പോകുന്ന പോലെ ആയിപ്പോയി. തല കറങ്ങിയിട്ടും ഞാൻ എങ്ങനെയൊക്കെയോ വന്ന് പൈപ്പിൻ്റെ ചുവട്ടിലേക്ക് വന്നിട്ട് അവിടുന്ന് കുറച്ച് വെള്ളം കോരി കണ്ണിലേക്ക് ഒഴിച്ച്, ഒന്നും പറയണ്ട. എന്നിട്ട് അവിടുന്ന് തല കറങ്ങി വീഴാതെ ഞാൻ പയ്യെ കയറി വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നിട്ട് കട്ടിലയിലേക്ക് അങ്ങ് കയറി കിടന്നു. നെറ്റിയും തലയും മുഴുവൻ കഴച്ച് പൊട്ടിപ്പോകുന്ന പോലത്തെ വേദന. എന്തൊരു കട്ടുകഴപ്പ്. ഇങ്ങനെയുള്ള അനുഭവം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇതിപ്പോൾ ഈ ആഴ്ച തന്നെ 2ാമത്തെ വട്ടമാണ് എന്നെ കുളവി കുത്തുന്നത്. കഴിഞ്ഞ ആഴ്ച ഇതേ സ്ഥലത്തു നിന്ന് എൻ്റെ ഈ ചെവിക്കെട്ട്, അതായത് ഈ വലത് ചെവിയുടെ ഫ്രണ്ട് ഭാഗത്തായിട്ട് ഇവിടുന്ന് തന്നെ എന്നെ കുളവി കുത്തിയതാണ്. പക്ഷേ ഞാൻ അക്കാര്യം മറന്നുപോയി. ഇപ്പോൾ ഒരാഴ്ച ആയല്ലോ, അക്കാര്യം ഞാൻ മറന്നേ പോയി. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ തുണി വിരിക്കാൻ വേണ്ടി വരികയില്ലായിരുന്നു. എന്ത് ചെയ്യാനാന്ന് പറ. അന്നും എനിക്കിതുപോലെ തന്നെ തല കറങ്ങി വീഴാൻ തുടങ്ങി. എന്നിട്ടും ഞാൻ തല കറങ്ങി വീഴാതെ ഒരു കണക്കിന് വീട്ടിൽ കയറി വന്നു. എന്നിട്ട് കുറേ സബോള എടുത്തിട്ട് സബോള മുറിച്ച് അത് ചെവി തൂത്തു. ഇതിപ്പോൾ എങ്ങനെയാണ് സബോള തൂക്കുന്നത്? കണ്ണിൻ്റെ അകത്ത് സബോള തൂത്ത് കഴിഞ്ഞാൽ നീറുകയല്ലേ, ഒന്നും ചെയ്യാൻ മേലാത്ത അവസ്ഥയായിപ്പോയി. എന്നിട്ട് ഞാൻ കുറച്ച് തുളസി ഇലയെല്ലാം തനിയെ പോയി പറിച്ചെടുത്ത് അത് കയ്യിലിട്ട് ഞെരടി കണ്ണിലേക്ക് തൂത്ത് പിടിപ്പിച്ചു. എന്നിട്ടാണ് വന്ന് കിടന്നത്. ഇതിന് ഒരാഴ്ച മുമ്പ് എന്താ സംഭവിച്ചതെന്നറിയാവോ? ഞാൻ കുറച്ച് പള്ളയെല്ലാം വെട്ടിക്കളയുമായിരുന്നു. ആ സമയത്തുണ്ട് ഒരു നീർ എൻ്റെ തലയിലേക്ക് കയറി. ആ നീറിനെ ഞാനിങ്ങനെ തട്ടിക്കളഞ്ഞതാണ്. ആ നീർ കൃത്യം വന്ന് എൻ്റെ ചെവി കയറി, ചെവിയുടെ ഉള്ളിലേക്ക് കയറിപ്പോയിട്ട് അവിടെ കടിച്ചു. എൻ്റെ പൊന്നേ, അതെന്തൊരു വേദനയായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഇതിപ്പോൾ ഈ ഒരാഴ്ച 1.5 ആഴ്ചക്കിടയിൽ ഇപ്പോൾ ഇത് 3ാമത്തെ അനുഭവം. ഒന്നിപ്പഴിച്ചാൽ 3എന്നല്ലേ പറയുന്നത്? എന്നാലും ഇത് ഇച്ചിരി കടുത്ത കൈയായിപ്പോയി. ഉള്ളത് മുഴുവനും കേൾക്കുന്ന മുഴുവനും തലയ്ക്കെന്ന് പറഞ്ഞ പോലെ. എൻ്റെ പൊന്നേ, എനിക്ക് വയ്യ. പിന്നെ ഞാൻ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് ഐസ് കട്ട വെച്ചു. ഐസ് കട്ട വെച്ചപ്പോഴത്തേക്കിന് നീരങ്ങ് കൂടി. കൺതടത്തിലൊക്കെ അപ്പടി ഭയങ്കര നീരായി. പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കിനും കണ്ണ് നല്ലപോലെ ഇറുകി അടഞ്ഞിട്ട് നീര് വെച്ച് ഭയങ്കര നീരായി. ഞാൻ എന്നിട്ടും ഹോസ്പിറ്റലിലൊന്നും പോയില്ല. ഈ ഉള്ള മരുന്നൊക്കെ അരച്ചൊക്കെ തൂത്തു. തുളസിയില മാത്രമേ തൂത്തുള്ളൂ കേട്ടോ. കണ്ണല്ലേ, കണ്ണിനുള്ളിൽ പോയാൽ നന്നായിട്ട് നീറത്തില്ലേ. രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ കൂടി ഞാൻ തീ വെച്ച് നശിപ്പിച്ചു കളഞ്ഞു കേട്ടോ.